ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഒരു 38 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന്റെ വിശേഷം ഒന്ന് പങ്കുവെക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. ഈ റോഡിന്റെ സൈഡിലാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. നല്ല ലെവലായിട്ടുള്ള സ്ഥലമാണ്. റോഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഫുള്ള് ഇതിൽ മരങ്ങൾ നിങ്ങൾക്ക് കാണാം. എല്ലാ സൈസ് മരങ്ങളും ഇതിലുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നമ്മളിത് കണ്ട ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡ് ഇങ്ങനെ ലേശം മുമ്പിലേക്ക് ഒരു 200 മീറ്റർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്. ബസ് റൂട്ടൊക്കെ അടുത്തുണ്ട്. നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എന്നാൽ നല്ല പ്രൈവസി ഉണ്ട്. ഫുള്ള് ചുറ്റിലൊക്കെ ഇതുപോലെ നല്ല തോട്ടങ്ങളൊക്കെയാണ്, നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ റോഡ് ഇതിങ്ങനെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ അങ്ങ് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പുഴയൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റിസോർട്ട് പർപ്പസിനും അതുപോലെ വീടുകൾ വെക്കാനും വീടിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഈ 38 സെന്റ് ഒന്നിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 10 സെന്റ് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് സെന്റിന് 55,000 രൂപയാണ്. വിലയൊക്കെ നെഗോഷ്യബിൾ ആണ്. വില കുറഞ്ഞ നല്ല ഭൂമിയാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങളോ വന്യമൃഗശല്യം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത്. ഇത് റോഡാണ്. നമ്മളെ ഈ സ്ഥലത്തിന്റെ ഒരു സൈഡിലൂടെ ഈ റോഡ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മളെ ഈ വീതിയിലെ ടാറിങ് റോഡ് ഉണ്ട്. സൈഡിലൂടെ അതായത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോൺക്രീറ്റ് റോഡും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ സ്ഥലം ഇങ്ങനെ തുടങ്ങുന്നത്. അതുപോലെ നിറയെ മരങ്ങളാണ് നമ്മളെ സ്ഥലത്ത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡ് നല്ല ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 52 മീറ്ററോളം ഇതിന് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. നല്ല റോഡാണ്. വലിയ വാഹനമൊക്കെ എത്താം, ബസ്സോ ലോറി അതുപോലെ ട്രാവലർ അങ്ങനത്തെ വലിയ വാഹനമൊക്കെ നമ്മളെ ഈ സൈറ്റിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ സ്ഥലം. റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഉയർച്ചയിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഇത് നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസിന് പറ്റും. അതുപോലെ വീട് വെക്കാം. ഇനി ഫ്ലോട്ടുകളായിട്ട് 10 സെന്റ് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ എടുക്കാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ടോട്ടൽ ഇത് 38 സെന്റ് സ്ഥലമാണ് നമ്മുടെ സ്ഥലം. ഒരു കുടംപുളിൻ്റെ മരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിറയെ മരങ്ങളുണ്ട് ഇതിൽ മാവുണ്ട്, ഇതിൽ കാഴ്ച നിൽക്കുന്ന മാവുകളൊക്കെ ഉണ്ട്. അതുപോലെ പ്ലാവുണ്ട്, കവുങ്ങുണ്ട്, അയിനി അങ്ങനെ തെങ്ങ് അങ്ങനത്തെ മരങ്ങളൊക്കെ ഇതിലുണ്ട്. കുറച്ച് താഴെ വരെ ഉണ്ട് കേട്ടോ. 52 മീറ്ററോളം നമുക്ക് ഈ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ അതിരിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ നമ്മൾ ആ അതിര് വരുന്നുണ്ട്. 52 മീറ്റർ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ വരെ എത്തുന്നുണ്ട്. ഭാഗത്തൊക്കെ ഇതാ പ്ലാവൊക്കെ നിറയെ ചക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മളിപ്പോൾ കണ്ട റോഡ് ഇതിങ്ങനെ മുമ്പിലേക്ക് പോകുന്നുണ്ട്. ഈ റോഡ് ജസ്റ്റ് വിടുന്നൊരു 50 മീറ്റർ കഴിഞ്ഞാൽ പുഴയാണേ. പുഴേൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലമുള്ളത്. ഈ റോഡ് ഇങ്ങനെ ഈ പുഴ വരെയാണുള്ളത്. ഫ്രണ്ടിൽ കാണുന്ന പുഴയാണേ. നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പുഴയൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു കുടംപുളിൻ്റെ മരമൊക്കെയാണേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതൊക്കെ നമ്മളെ സ്ഥലത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ പ്ലാവിലൊക്കെ ചക്ക കണ്ടില്ലേ, മാവൊക്കെ കാഴ്ച നിൽക്കുന്ന നിറയെ മാങ്ങയൊക്കെ ഉണ്ട് മാവിലൊക്കെ. നമുക്ക് നമ്മളെ ജസ്റ്റ് ആ സ്ഥലത്തിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് ഇട്ടിട്ടുണ്ടേ. ഇതിവിടെ ഒരു പഴയൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊളിച്ചു പോയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വഴി ഇതിലേക്ക് ഇട്ടത്. തെങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നാളികേരമുള്ള തെങ്ങുകളൊക്കെയാണ് ഇതിലുള്ളത്. ഇതാണ് നമ്മുടെ സ്ഥലം. നല്ല ലെവൽ സ്ഥലമാണ്. റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു കിണറുണ്ട്. കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇഷ്ടം പോലെ വെള്ളമുള്ള കിണറാണ്.
ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇങ്ങനെ നേരെ ബാക്കിലേക്കാണ് സ്ഥലം കിടക്കുന്നത്. ഫുള്ളായിട്ട് കണ്ടില്ല മരങ്ങളാണ്. കവുങ്ങളുണ്ട് നിറയെ, പ്ലാവുകളുണ്ട്, അതുപോലെ മാവുകൾ നിറയെ ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഇതിലുണ്ട്. തെങ്ങുകളുണ്ട്. നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. പരിസരത്തൊന്നും അങ്ങനെ വീടുകളൊന്നുമില്ല. നല്ല പ്രൈവസിയും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ കാണിച്ചില്ലേ റോഡ്, ഈ സൈഡിലൂടെ ഉള്ളേ കോൺക്രീറ്റ് റോഡ്. നമുക്ക് ജസ്റ്റ് ഇതിൽ മുമ്പിൽ വേണമെന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വലത്ത് സൈഡിലാണ് ഉള്ളതാണ് നമ്മളെ പ്രോപ്പർട്ടി. ഫ്രണ്ടിലൊക്കെ കണ്ടില്ല, നല്ല പ്രൈവസിയാണ്. ഇവിടെ അതൊരു മാവുണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ നിറയെ മാങ്ങയാണ്. അത്യാവശ്യം രീതിയിലുള്ള റോഡാണ്. ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ വാഹനങ്ങളും എത്തും. രണ്ട് സൈഡ് നമുക്ക് റോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിര്, ബാക്കിലെ അതിര്. നമ്മൾ ആ റോഡിൽ ഇങ്ങനെ വന്നിട്ട് ബാക്കിലെ അതിരെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന റോഡ്. നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഇതേ ഒരു പ്രൈവസി ഉണ്ട്. ഇതിലൊക്കെ കണ്ടില്ല, അതുപോലെ നല്ല റബ്ബർ തോട്ടം, നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെ നല്ല പ്രൈവസിയാണ്.